ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് ഗൗരവത്തിൽ കെ സുധാകരനെയും അതുപോലെ തന്നെ അടൂർ പ്രകാശിനെയും ഒക്കെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കൽ കൂടി ആലോചിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഞാൻ നിങ്ങളോട് വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മറ്റെല്ലാ സമുദായങ്ങൾക്കും തന്നെ വളരെ കൃത്യമായ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോൾ ഈഴവ തീയ വിഭാഗങ്ങൾക്ക്, അത് തീയർ എന്ന് വടക്കൻ കേരളത്തിലും ഈഴവർ എന്ന് തെക്കൻ കേരളത്തിലൊക്കെ അറിയപ്പെടുന്നതാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈഴവ തീയ വിഭാഗങ്ങളിൽ നിന്ന് മാത്രം ഒരു റെപ്രസെൻറ്റേഷൻ വളരെ കൃത്യമായിട്ടില്ല എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതിയെക്കുറിച്ച് ഏറ്റവും ആദ്യം വീഡിയോ ചെയ്തത് ഞാനാണ്. പിന്നെ മറ്റുള്ള നിരവധി ആളുകൾ അതേ കണ്ടന്റ് എടുത്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെല്ലാം കാണുന്നത് ശിവഗിരി മഠം, സാധാരണ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായമൊന്നും പറയാത്ത ശിവഗിരി മഠം തന്നെ ഈ ശിവഗിരി മഠം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അഭിപ്രായം പറയാൻ കാര്യം, കഴിഞ്ഞ തവണ നമുക്കറിയാം ശിവഗിരി മഠത്തിൻ്റെ പരിപാടിയിലേക്ക് രാഹുൽ ഗാന്ധി ചെന്ന് പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അന്ന് തന്നെ ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ളത് പറഞ്ഞു എന്ന് തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ശിവഗിരി മഠം കുറച്ചുകൂടി ഓപ്പണായി കൂടി വളരെ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ആ കാര്യം, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് റെപ്രസെൻറ്റേഷൻ വേണമെന്നും ആ റെപ്രസെൻറ്റേഷൻ പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതും ജയസാധ്യതയുള്ള സീറ്റുകൾ അവർക്ക് കൊടുക്കാറില്ല എന്നുമൊക്കെയുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകും തെക്കൻ കേരളത്തിൽ എന്ന് പറയുന്നൊരു ഫീലിംഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരിക്കൽ കൂടി ആ പുനരാലോചന നടത്തുന്നു. ഈ പറയുന്ന അതിൽ നിന്ന് ഏറ്റവും റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുന്ന രണ്ട് നേതാക്കന്മാരെന്ന് പറയുന്നത് ഒന്ന് കെ സുധാകരനാണ്, രണ്ടാമത്തേത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ്, കെ സുധാകരൻ മറ്റു ചില പ്രഷറുകളാണ് ഹൈക്കമാൻഡിൽ ചെലുത്തിയതെങ്കിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് തുറന്നു തന്നെ പ്രഖ്യാപിക്കുകയും മത്സരിക്കുമെന്ന് 3 തവണ തന്നെ പറയുകയൊക്കെയാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉറപ്പ് കിട്ടിയിട്ട് മാത്രമേ ഞാൻ ഡൽഹി യാത്ര കൊള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ, ഇദ്ദേഹം അടൂർ പ്രകാശ് ഇത് കൃത്യമായി ശിവഗിരി മഠം വഴി ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ ഒരു വാക്കുകൾക്ക് എത്രത്തോളം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ ഇഷ്യൂ ആണ്. പക്ഷെ അത്തരത്തിലുള്ളൊരു കാര്യം പറയുമ്പോൾ കുറേ സമുദായ അംഗങ്ങൾക്ക് പോലും അതൊരു അയ്യോപ്പടറാവുകയും ഇത് ഞങ്ങൾക്കൊരു പ്രാതിനിധ്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ ഇടവരികയും ചെയ്യും. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം, ഈഴവ സമുദായം എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളിലെ ജാതികളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള, നമ്പറിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള സമുദായമാണ്. അവർ ഏതാണ്ട് 85-90 ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട്. അതിനനുസരിച്ചുള്ള വോട്ടുകളുണ്ട്. അത് 23-25% ആളുകളുണ്ട്. ഏതാണ്ട് മുസ്ലിം ജനസംഖ്യയോടൊപ്പം തന്നെ വരുന്ന ആളുകളാണ്. കൂടാതെ അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് അല്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പലപ്പോഴും വലിയ പ്രാമുഖ്യമൊക്കെ കിട്ടാത്തത്. ഇപ്പോൾ കർണാടക പോലൊരു സ്റ്റേറ്റിലൊക്കെ നിങ്ങൾക്കറിയാം 20% താഴെയുള്ള ഒക്കലിംഗ ആണെങ്കിലും ലിംഗായത്താണെങ്കിലും ഒക്കെ വളരെ പ്രബലരായിട്ടുള്ള സമുദായങ്ങളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർക്കൊക്കെ വോട്ട് ബാങ്കുകൾ കുറേ കൂടി കൺസോളിഡേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ അങ്ങനെ കൺസോളിഡേറ്റഡ് അല്ല, പക്ഷെ അത് പതുക്കെ ഈഴവ വോട്ട് ബാങ്കുകളും കൺസോളിഡേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാവുന്ന. അത് ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ വോട്ട് കിട്ടിയതിനെ കുറിച്ച് കൂടി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതിനെക്കുറിച്ചൊക്കെ തന്നെ വളരെ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതാണ്ട് ഹൈക്കമാൻഡിൻ്റെ മുമ്പിലേക്ക് എത്തുകയും ഇതുകൂടി പരിഗണിച്ചില്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ വലിയ പ്രശ്നമാണെന്ന് പറയുകയും ലോക്പോൾ മുതൽ മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ടറിൻ്റെ വലിയ സർവേകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം ഒരുപക്ഷെ CPM-നകത്തും LDF-നകത്തും ഒക്കെ കൂടുതലുണ്ട് എന്ന് കാണുകയും, കൂടാതെ പിണറായി വിജയൻ തന്നെ അതിൻ്റെ ഒരു വലിയ പ്രതീകമായി തീരുകയും ഒക്കെ ചെയ്യുമ്പോൾ BJP-യിലേക്ക് കഴിഞ്ഞ തവണ പോയിട്ടുള്ള 32 ലക്ഷം വോട്ടുകളിൽ ഒരു 12-15 ലക്ഷം വോട്ടുകളൊക്കെ തന്നെ LDF തിരിച്ചു പിടിക്കുമെന്നും യഥാർത്ഥത്തിൽ ആ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ വലിയ പണിയാകുമെന്നും പാരയാകുമെന്നും ഭരണം കിട്ടാൻ സാധ്യതയില്ലെന്നും ഒക്കെ തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കെ സുധാകരനെ കണ്ണൂരിലും അതുപോലെ അടൂർ പ്രകാശിനെ കോന്നിയിലും മത്സരിപ്പിക്കാമെന്നുള്ളതാണ്. അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയുന്ന 2 ന്യായങ്ങൾ കൂടിയുണ്ട്. ആ ന്യായമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് അവിടെ ജയിക്കുന്നത്. അപ്പോൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കെ സുധാകരനെ നിയമിക്കുന്നു. കെ സുധാകരനാണെങ്കിൽ അവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ കോന്നിയിൽ അങ്ങനെയല്ല. കോന്നിയിൽ KU ജനേഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ, ഇപ്പോഴുള്ള നിലവിലുള്ള MLA പരാജയപ്പെടുത്താൻ ഈവൻ അടൂർ പ്രകാശ് ഒന്ന് മത്സരിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവിടെ ഏറ്റവും നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന അടൂർ പ്രകാശ് ആയിരിക്കും. അതിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ ഇങ്ങനെ 2 മണ്ഡലങ്ങളിലേക്കും ഒരു കൂടാതെ ഈഴവ പ്രാതിനിധ്യവും കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായി ഇവരെ 2 പേരെയും നിയമിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ആലോചനകൾ ഹൈക്കമാൻഡിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിനോട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല.
കാരണം താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം, ഒന്ന്, ഇവർ രണ്ടുപേരും ജയിച്ചു വന്നാലും രണ്ടുപേർക്കും തന്നെ മന്ത്രിസ്ഥാനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. പക്ഷേ അത് കൊടുക്കാത്താൽ മാത്രം മതിയാകുമോ എന്നുള്ള സംശയം കൂടിയുണ്ട്. കാരണം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിക്കാൻ പോകുന്നത് 100% ഉറപ്പാണ്, മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി ഓഫർ ചെയ്യേണ്ടത് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ഓഫർ ചെയ്യേണ്ടി വരും. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പും കൂടി കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് സംതൃപ്തനാകാൻ സാധ്യതയുള്ളൂ. നേരത്തെ അദ്ദേഹം വനംവകുപ്പ് അടക്കമുള്ള പല വകുപ്പുകളൊക്കെ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലൊന്നും ഇനി അദ്ദേഹത്തെ നിർത്താൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലനായിട്ടുള്ള, കോൺഗ്രസിനകത്ത് തന്നെ വലിയ ഫാൻ ബേസ് ഉള്ള, പൊതുജനങ്ങളുടെ അടുത്ത് സ്വീകാര്യതയുള്ള ഒരു വലിയ നേതാവാണ് അദ്ദേഹം. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാൻ അവസരം കൊടുക്കാമെന്നും വളരെ വലിയൊരു പോർട്ട്ഫോളിയോ ഉള്ള മന്ത്രിസ്ഥാനം തന്നെ ഉറപ്പായും കൊടുക്കാമെന്നും ഒക്കെയുള്ള വാഗ്ദാനം രാഹുൽ ഗാന്ധി നേരിട്ട് നൽകിയിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 77 വയസ്സായ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ചാൻസ്, ഇതൊരു വലിയ അവസരമാണ്, ഒരുപക്ഷെ അവസാനത്തേത് അവസരമായിരിക്കും എന്നുള്ള നിലക്ക് തന്നെ ഒരു അവസാന കളിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ ഏറ്റവും വലിയൊരു സെയിങ് നിങ്ങളൊക്കെ എല്ലാം ഓർത്തിരിക്കേണ്ടാവും. ആപ്പിൾ കമ്പനി തുടങ്ങിയിട്ടുള്ള സ്റ്റീവ് ജോബ്സിൻ്റെ ഐ തിങ്ക് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ഡേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അവസാന ദിവസമായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യൂ, പണിയെടുക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്നും പോസ്റ്റ്പോൺ ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ഒരു അവസാനത്തെ മത്സരമാണ്, ഇത് ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് വിചാരിച്ച് തന്നെയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും സീറ്റുകളെ കാണുന്നത്. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാത്ത വലിയ കലഹങ്ങൾ ഉണ്ടാകാനിരിക്കുന്നത് ഉള്ളൂ. അതല്ലെങ്കിൽ കെ സുധാകരൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പോലും ഹൈക്കമാൻഡിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ രണ്ടുപേരെയും മത്സരിപ്പിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ചും ശിവഗിരി മഠത്തിൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷനും വളരെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം 4-5 സർവേകളിലും കൂടി പറഞ്ഞേക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ കൂടി മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. പക്ഷേ ഇതിൽ കേരളത്തിലുള്ള നേതാക്കന്മാർക്ക് വലിയ തൃപ്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് ഇദ്ദേഹം തൃപ്തിപ്പെടാനൊരു സാധ്യതയില്ല. മിക്കവാറും ചോദിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചാൽ ഇദ്ദേഹം മത്സരിച്ചാൽ തന്നെ അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നുള്ളത് ഇപ്പോഴുള്ള VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാധ്യതകളൊക്കെ തന്നെ മുന്നിൽ കാണുന്നുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ K സുധാകരനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ തമ്മിൽ ഒരു വലിയ ഫൈറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് വേണമെങ്കിൽ ഒരു 6 മാസത്തിനകം ജയിച്ചു കയറിയാൽ മതി എന്നുള്ള ഉറപ്പിൽ KC വേണുഗോപാലിന് ഇങ്ങോട്ട് വരാനുള്ള ചാൻസുകൾ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്രമാത്രം ഭയമില്ല. പക്ഷേ ബാക്കി VD സതീശനെയൊക്കെ സംബന്ധിച്ചോളം ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരത്തിനില്ല എന്ന് പറയുന്ന നിലപാടുകൾ പോലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളോട്, ഹൈക്കമാൻഡിലെ ചില ആളുകളോട് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ഭീഷണികൾ കൂടി ഇതിൻ്റെ പുറകെയുണ്ട്. അതുകൊണ്ട് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ കെ സുധാകരനെയും അതുപോലെ അടൂർ പ്രകാശിനെയും ഒക്കെ മത്സരിപ്പിക്കാതെ, ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്ന് പറയുന്ന വലിയ ചോദ്യം ഹൈക്കമാൻഡിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ മത്സരിപ്പിക്കാനാണ് സാധ്യത. പക്ഷെ മത്സരിപ്പിച്ചാൽ തന്നെ ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് കൂടി മിക്കവാറും ഹൈക്കമാൻഡ് നേരത്തെ തന്നെ വെക്കാനും സാധ്യതകളുണ്ട്.